ഹരിച്ചേട്ടാ, നമ്മുടെ ഇടുക്കിയിൽ ഒരു സഹകരണ സംഘത്തിൽ പണം നിക്ഷേപിച്ച ഒരാൾ കൂടി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് കേരളത്തിൽ. ഇടുക്കിയിൽ നിന്നാണ് ദാരുണമായ ആ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സാബു എന്നൊരാളാണ് മരിച്ചത്. അദ്ദേഹം ഈ സഹകരണ സംഘത്തിൻ്റെ മുന്നിൽ തന്നെ തൂങ്ങി മരിക്കുകയായിരുന്നു. എന്താണ് ചേട്ടാ ഇതിൻ്റെ വിശദാംശങ്ങൾ? എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്? സാബു അദ്ദേഹം ഒരു ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച തുക, അതായത് ഏതാണ്ട് 16 ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നു എന്നാണ് ഞാൻ പ്രാഥമികമായിട്ട് പത്രങ്ങളിൽ നിന്ന് കാണുന്ന വാർത്തയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആ തുക അദ്ദേഹം അവിടെ നിക്ഷേപിക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അടിയന്തരമായി വൈദ്യസഹായത്തിന് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പണത്തിന് വേണ്ടി ബാങ്കിനെ സമീപിക്കുന്നു. അപ്പോൾ ബാങ്ക് കൈമലർത്തുന്നു. ബാങ്ക് പറയുന്നു ബാങ്കിന് അദ്ദേഹം ഇട്ടിരിക്കുന്നത്, അതായത് ഒരു മനുഷ്യൻ ഒരു ആയുഷ്കാലം കൊണ്ട് സമ്പാദിക്കുന്നതാണ് ഈ 15-16 ഒക്കെ ലക്ഷം എന്ന് പറയുന്നത്. അദ്ദേഹം, എനിക്ക് തോന്നുന്നു, ഞാൻ വായിച്ച് മനസ്സിലാക്കിയത് അത് അദ്ദേഹം ഓസ്ട്രേലിയയിൽ എന്തോ ജോലി ചെയ്തിരുന്നു. ആ കാലഘട്ടത്തിൽ അദ്ദേഹം സമ്പാദിച്ച തുകയാണ്. ഇപ്പോൾ അദ്ദേഹം ഇത് കട്ടപ്പനയിലാണ് ഈ സംഭവം, കട്ടപ്പന സഹകരണ സംഘത്തിലാണ്. അപ്പോൾ അദ്ദേഹം അവിടെ സഹകരണ സംഘത്തിൽ ഈ പൈസ കൊണ്ട് നിക്ഷേപിക്കുന്നു. നമ്മൾ എത്രമാത്രം വിശ്വാസത്തിലാണ് ഒരു മനുഷ്യൻ ആയുഷ്കാലം സമ്പാദിച്ച തുക അവിടെ നിക്ഷേപിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. അതെ, ചേട്ടൻ പറഞ്ഞത് ശരിയാണ്. കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ആ ബാങ്കിലാണ്, ആ സൊസൈറ്റിയിലാണ് അദ്ദേഹം പണം നിക്ഷേപിച്ചത്. അതിന്റെ മുമ്പിൽ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്തു. എനിക്ക് പറയാനുള്ളത് കട്ടപ്പന റൂറൽ സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്, ബാങ്ക് അല്ലത്. അതെ, കാരണം റിസർവ് ബാങ്കിന്റെ നിയമം അനുസരിച്ച് ഈ സൊസൈറ്റികൾക്കൊന്നും ബാങ്ക് എന്നത് പേരിനോടൊപ്പം ഉപയോഗിക്കാനുള്ള അവകാശമില്ല, നിയമപരമായ അവകാശമില്ല. പക്ഷെ അത് നമ്മുടെ നാട്ടിൽ പല സൊസൈറ്റികളിലും ഈ ബാങ്ക് എന്നുള്ളത് അവർ ഉപയോഗിക്കാറുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇദ്ദേഹം നിക്ഷേപിച്ച തുക അദ്ദേഹം ചോദിച്ചിട്ട് അത് തിരിച്ചു കൊടുക്കാനല്ല. ഒരു ഡെപ്പോസിറ്റർക്ക് അയാൾ ചോദിക്കുമ്പോൾ അയാൾ നിക്ഷേപിച്ച തുക തിരിച്ചു കൊടുക്കേണ്ടത് ബാങ്കിന്റെ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ നിയമപരമായ ബാധ്യതയാണ്. ആ ബാധ്യത നിറവേറ്റാൻ കേരളത്തിലെ സഹകരണ സംഘങ്ങൾക്ക് കഴിയുന്നില്ല. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയല്ലേ, എത്രയോ വർഷങ്ങളായിട്ട് കേരളത്തിൽ നടക്കുന്ന ഒരു തട്ടിപ്പിന്റെ അവസാനത്തെ ഇരയാണ് പരേതനായ ശ്രീ സാബു എന്ന് നമുക്ക് ദുഃഖത്തോടെ പറയേണ്ടത്. കാരണം ഇത് തന്നെ തൃശ്ശൂർ ബാങ്കിൽ നടന്നത്. ചോദിക്കും ചേട്ടാ, ഇതിനകത്ത് ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്തകൾ ഇന്നത്തെ പത്രങ്ങളിലൊക്കെ ഉണ്ട്. ഇദ്ദേഹത്തെ CPM-ന്റെ ഒരു നേതാവ് ഭീഷണിപ്പെടുത്തുന്ന ആ ഫോൺ കോൾ സന്ദേശം, ആ ഫോൺ കോൾ വോയിസ് മെസ്സേജ് പുറത്തു വന്നിട്ടുണ്ട്. അത് ഇദ്ദേഹത്തിൻ്റെ സജി എന്നൊരു നേതാവാണ് ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്നത്. അത് മുൻ ഏരിയ സെക്രട്ടറിയാണ്. ഇവിടെ ഈ ബാങ്കിൽ വെച്ചിട്ട് ഒരു ചെറിയ കശവിശയുണ്ടായി. ഇദ്ദേഹവും സൊസൈറ്റിയിലെ ഒരു ജീവനക്കാരനും സാബുവും തമ്മിൽ ചെറിയൊരു കശവിശയുണ്ടായി. അപ്പോൾ ഇദ്ദേഹം പണം ആവശ്യപ്പെട്ടു. ഭാര്യ സുഖമില്ലാതെ ആശുപത്രിയിലാണ്, അപ്പോൾ വലിയ തുക വേണ്ടി വരുന്നു. അതിനുവേണ്ടി ഇദ്ദേഹം പണം ആവശ്യപ്പെട്ടപ്പോൾ ഇദ്ദേഹത്തിന് മാസം തോറും ഒരു നിശ്ചിത തുക വെച്ച് പിൻവലിക്കാം എന്നൊരു ധാരണയുണ്ടാക്കി. അതിൽ പകുതി തുക ഈ സൊസൈറ്റിയിൽ നിന്ന് ഇദ്ദേഹം വാങ്ങി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആവശ്യം വളരെ ചികിത്സയല്ലേ, നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ ആശുപത്രിയിൽ എത്ര രൂപയാകും എന്നൊന്നും നമുക്ക് മുൻകൂട്ടി തീരുമാനിക്കാൻ പറ്റില്ല. അദ്ദേഹം വീണ്ടും ഈ സൊസൈറ്റിയെ സമീപിച്ചു. അപ്പോൾ അത് അവിടെ ഒരു ചെറിയ വാക്ക് തർക്കം ഉണ്ടായി, ഉന്തും തള്ളും ഉണ്ടായി. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ സജി സാബുവിനെ വിളിച്ച് സംസാരിച്ചു. എന്നിട്ട് ഭീഷണിപ്പെടുത്തി, നിങ്ങൾക്ക് പണി എന്താണെന്ന് അറിയില്ല, അത് ഞങ്ങൾ മനസ്സിലാക്കി തരാം, കൂടുതൽ കളിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ആ സന്ദേശമാണിപ്പോൾ, ആ വോയിസ് മെസ്സേജാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിലെ വിഷയം എന്ന് പറയുന്നത്, ഈ കേരളത്തിലെ സഹകരണ സംഘങ്ങളിൽ ഏതാണ്ട് ഞാനൊരു റഫ് എസ്റ്റിമേറ്റ് ആണ് ഞാൻ പറയുന്നത്, ഏതാണ്ട് 80% CPM-ന്റെ നിയന്ത്രണത്തിലാണ്. ഒരു 15% ചിലപ്പോൾ കോൺഗ്രസിന്റെ നിയന്ത്രണത്തിലാകും. ഈ 5% എന്ന് പറയുന്ന BJP-യുടെ അതുപോലെ മറ്റു കക്ഷികളുടെ നിയന്ത്രണത്തിലുണ്ടാകും. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കേരളത്തിലെ സഹകരണ സംഘങ്ങളെ ബാധിച്ചിരിക്കുന്നത് ഒരേ രോഗമാണ്. അത് തൃശ്ശൂരിലെ കരുവന്നൂർ ബാങ്കിലാണ് സമാനമായ സംഭവമായിരുന്നു. അവിടെ ശശി എന്ന് പറയുന്ന ഒരു ദിവ്യാംഗനായ ഒരു വ്യക്തി മരിച്ചുപോയി. അദ്ദേഹത്തിന് ചികിത്സയ്ക്കുള്ള പണം ഈ ബാങ്കിൽ നിക്ഷേപിച്ച ബാങ്കിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയില്ല. ഏതാണ്ട് വളരെ ഒരു യാദൃശ്ചികമായിരിക്കാം, പക്ഷെ ശശിക്ക് ബാങ്കിൽ നിന്ന് കിട്ടാനുണ്ടായിരുന്നത് 14 ലക്ഷമാണ്. ഇവിടെ മരിച്ച സാബുവിനും 14 ലക്ഷം കിട്ടാനുണ്ട്. മനസ്സിലായോ? അതായത് ഞാൻ പറഞ്ഞു വരുന്നത്,
എന്താണ് ഇതിൽ നമ്മൾ ഇത് ചിന്തിക്കേണ്ട ഒരു വിഷയം, ആ എന്താണ് കേരളത്തിലെ സഹകരണ സംഘങ്ങളെ ബാധിച്ചിരിക്കുന്ന പ്രശ്നം? ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കേരളത്തിലെ ഏതാണ്ട് ഈ 16,000-ലധികം സഹകരണ സംഘങ്ങൾ സഹകരണ വകുപ്പിന്റെ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് 16,000-ലധികം പ്രാഥമിക സഹകരണ സംഘങ്ങളുണ്ട്. ഉവ്വ്. ഇവയിലെ എല്ലാം കൂടെ നിക്ഷേപം എന്ന് പറയുന്നത് ഞാൻ ഇന്ന് പത്രത്തിൽ വായിച്ചാണ് ഏതാണ്ട് 2.5 ലക്ഷം കോടി രൂപയ്ക്ക് ഓ മുകളിലുണ്ടാവും. ഈ 16,000-ലധികം വരുന്ന പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് ആ പണം അവരുടെ മെമ്പർമാരിൽ നിന്ന് സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ ആ മെമ്പർമാർ ഇത് ഇവിടെ നടക്കുന്നതൊന്നും അങ്ങനൊന്നും അല്ല. ഇതിലെ അടിസ്ഥാന പ്രശ്നം എന്തുകൊണ്ടാണ് ഈ വർഷങ്ങളായിട്ട് നിരവധി ആൾക്കാർ, ഏതോ ഒരു കണക്ക് ഞാൻ വായിച്ചത് കൃത്യമാണോ എന്ന് എനിക്കറിയില്ല, കഴിഞ്ഞ 15 കൊല്ലത്തിനുള്ളിൽ 100-ലധികം ആൾക്കാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. നൂറൊന്നുമല്ല, ഞാൻ വളരെ കൺസർവേറ്റീവായ ഒരു കണക്കാണ് ഞാൻ പറയുന്നത്. അല്ല, അപ്പോൾ പല 100-ലധികം വരും. രീതിയിലും അപ്പോൾ അത്രയും ആൾക്കാർ ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ പണം കിട്ടാത്ത കാരണം ചികിത്സ ലഭ്യമാവാതെ മരണപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത്, ഒരാൾ ബാങ്കിൽ പണം ഇടുമ്പോൾ അയാൾ പെട്ടെന്ന് പോയി പിൻവലിക്കുന്ന എപ്പോഴാണ്? ഒന്നുകിൽ ആ കുടുംബത്തിൽ ആരുടെയെങ്കിലും വിവാഹ ആവശ്യം, അതല്ലെങ്കിൽ ചികിത്സാർത്ഥം. അതെ ഈ 2 സമയങ്ങളിലും ഈ പണം ഉപകരിക്കുന്നു. എന്നിട്ടും ഈ തട്ടിപ്പുകളെല്ലാം അറിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ജനം വീണ്ടും വീണ്ടും ഇവിടെ കൊണ്ട് പണം നിക്ഷേപിക്കുന്നത്? ഇതിനൊരു കാരണമുണ്ട്. ആ എന്താന്ന് വെച്ചാല് നമ്മുടെ ഈ സഹകരണ സംഘങ്ങളിൽ പലപ്പോഴും ആധാറോ അല്ലെങ്കിൽ മറ്റ് ഈ KYC പ്രകാരമുള്ള വലിയ ശാഠ്യം അവർ പിടിക്കില്ല. ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഈ ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് എന്നുണ്ട്. പലിശക്കുള്ള പണം സാധാരണ TDS. അതിന്മേൽ ഇൻകം ടാക്സ് ഉണ്ട്. ആ TDS അതെ. ഇവിടുന്ന് പലയിടത്തൊന്നും പിരിക്കാറില്ല. പിന്നെ പിരിക്കുന്നെങ്കിൽ എന്തെങ്കിലും നാമമാത്രമായ ഒരു തുകയ്ക്കായിരിക്കും. ഇങ്ങനെ ഈ നിക്ഷേപിക്കുന്ന ആൾക്കാർ ഒരു തരത്തിൽ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇത് ചെയ്യുന്നത്. പിന്നെ എന്താണ് ഇവിടുത്തെ പ്രശ്നം? അത് 2 രീതിയിലാണ്. ഒന്ന്, ഇതിൽ നടക്കുന്ന അഴിമതി എന്ന് പറഞ്ഞാൽ ഈ ലോണ് ബാങ്കിലെ ഭരണസമിതി അവർക്ക് താല്പര്യമുള്ള ചില വ്യക്തികൾക്ക് തിരിച്ചു കൊടുക്കാൻ അവർക്ക് ശേഷിയുണ്ടോ ഇല്ലയോ എന്നൊന്നും അവർ നോക്കുന്നില്ല. അവർക്ക് കൊടുക്കുകയും പിന്നീട് അത് തിരിച്ചു കിട്ടുകയും ചെയ്യുന്നില്ല. അത് അതിന്റെ ദുരിതം അനുഭവിക്കേണ്ടത് ഈ ഡെപ്പോസിറ്റേഴ്സ് ആണ്. ഈ ബാങ്ക് ഭരണസമിതി എന്ന് പറയുന്നവർ സ്വന്തം വീട്ടിൽ നിന്ന് പൈസ എടുത്തൊന്നും അല്ലല്ലോ ആർക്കും കൊടുക്കുന്നത്. അപ്പൊ പിന്നെ എങ്ങനെയാണ് നിക്ഷേപകന്റെ പൈസ എടുത്ത് അവർ കണ്ടമാനം കളയുന്നത്? 10,000 പെറും കുത്തും ഞാൻ പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണ് ഈ സൊസൈറ്റി പല സഹകരണ സംഘത്തിന്റെയും ഭരണത്തിലിരിക്കുന്നത്. ഇവർ മറ്റുള്ളവരുടെ പൈസ എടുത്തിട്ട് ഇവർ ദുർച്ചെലവ് നടത്തുകയും അവരുടെ ബന്ധുക്കൾക്കും അവരുടെ പാർട്ടി പ്രവർത്തകർക്കും ഒക്കെ ആയിട്ട് കളയുന്നു. ഇത് ഒരു ഭാഗം. ഇനി രണ്ടാമതൊരു വിഷയമുണ്ട്. ഇത് ഫണ്ട് ഇറോഷൻ എന്ന് പറയും. അതായത് പല സഹകരണ സംഘങ്ങളിലും ആവശ്യത്തിലധികം സ്റ്റാഫാണ്. 5 പേര് വേണ്ടിടത്ത് 20 പേരുള്ള സഹകരണ സംഘങ്ങളാണ്. ഇവർക്ക് എവിടുന്ന് ശമ്പളം കൊടുക്കും? ഈ ശമ്പളം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവിടെ നിക്ഷേപകർ കൊടുക്കുന്ന പൈസയിൽ നിന്നായിരിക്കും അതെടുത്തിട്ട് ശമ്പളം കൊടുക്കും. ഈ വ്യക്തികളെ ഒക്കെ തന്നെ സുതാര്യമായ രീതിയിലല്ല അപ്പോയിന്റ്മെന്റ് നടക്കുന്ന. പണ്ട് ഭരണസമിതി തന്നെ ആയിരുന്നു അപ്പോയിന്റ്മെന്റ് നടത്തിക്കൊണ്ടത്. ഇപ്പോഴെനിക്ക് തോന്നുന്നു ഒരു റിക്രൂട്ട്മെന്റ് ബോർഡ്. പക്ഷെ ഈ റിക്രൂട്ട്മെന്റ് ബോർഡിനും ഒരു പ്രശ്നമുണ്ട്. അത് PSC പോലൊരു സുതാര്യമായ സംവിധാനമൊന്നുമല്ല. ഇത് പാർട്ടി നേതാക്കന്മാർ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ഈ റിക്രൂട്ട്മെന്റിലും സ്വന്തക്കാരെ തിരികെ കയറ്റാൻ വളരെ എളുപ്പമാണ്. ഇനി മറ്റൊരു വസ്തുതയാണ് എക്സ്റ്റേണൽ ഓഡിറ്റ്. CA-കാരുടെ ഒരു ഓഡിറ്റ് അവിടെ നടക്കുന്നില്ല സഹകരണ സംഘം. CA-കാരുടെ ഓഡിറ്റ് അല്ല നടക്കുന്നത്. ഈ ഓഡിറ്റ് നടക്കുന്നത് സഹകരണ വകുപ്പിൽ നിന്ന് വിടുന്നവരാ. അവരൊക്കെ തന്നെ ഭരണകക്ഷിയുമായിട്ട് ബന്ധമുള്ളവരായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ രാഷ്ട്രീയമായ ഇടപെടലുകളാണ് നമ്മുടെ ഈ പറയുന്ന പ്രാഥമിക സഹകരണ സംഘങ്ങളെ നശിപ്പിച്ചത്. ഇവിടെ കള്ളപ്പണം വെളുപ്പിക്കുന്ന ഏർപ്പാടുണ്ടെന്ന് വലിയ ആരോപണങ്ങൾ ഇപ്പൊ കരുവന്നൂർ ബാങ്കിൽ ED അന്വേഷണം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെയുള്ള വളരെ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ഇത് റിസർവ് ബാങ്ക് പോലുള്ള ഒരു അപ്പെക്സ് ബാങ്കിന്റെ ഇടപെടൽ ഇല്ലെങ്കിൽ, ഞാൻ റിസർവ് ബാങ്ക് വേണമെന്നല്ല തീർച്ചയായിട്ടും പറയുന്നത്, ഒരുപക്ഷെ സംസ്ഥാനത്തിന്റെ അധികാരം സ്റ്റേറ്റ് ലിസ്റ്റിലുള്ളതായിരിക്കാം, ആയിക്കോട്ടെ. പക്ഷെ സംസ്ഥാന സർക്കാർ തന്നെ സുതാര്യമായ ഒരു ഏജൻസി എക്സ്റ്റേണൽ ഓഡിറ്റിംഗ് ഇവിടെ നടക്കാതെ യാതൊരു കാരണവശാലും ഈ ബാങ്കുകളൊന്നും നേരെയാകും. പറഞ്ഞോളൂ, ശാന്തന് ചോദിക്കാൻ പറ്റും. അല്ല, നമുക്ക് അവസാനിപ്പിക്കാനുള്ള സമയമായി. ഞാൻ അങ്ങ് പറഞ്ഞതിനോട് പൂർണ്ണമായിട്ടും യോജിക്കുന്നു. അതായത് സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തന്നെ, ഇതൊരു സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്ന വിഷയം ആയതുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ അങ്ങ് പറഞ്ഞതുപോലെ CAG സംവിധാനം എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ ഈ സഹകരണ സംഘങ്ങൾ ഓഡിറ്റ് ചെയ്യാനുള്ള ഒരു സ്വതന്ത്ര സംവിധാനം കൂടെ അതിനോടൊപ്പം
ഒരു സോഷ്യൽ ഓഡിറ്റ്, ഇത് രണ്ടും സമാനമായി പ്രവർത്തിച്ചാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലെ സഹകരണ സംഘങ്ങൾ അത് ലോകത്തിന് തന്നെ ഒരു മാതൃകയായി മാറിയേക്കും എന്നെനിക്ക് തോന്നുന്നു. ഇപ്പോൾ അത് ഒരു കാലത്ത് അത് മാതൃകയായിരുന്നു, പക്ഷേ ഇന്നത് വലിയ കൊള്ളയ്ക്കും കൊള്ളിവെപ്പിനും വേദിയായി മാറിയിരിക്കുകയാണ്. അത് കുറേ ആൾക്കാർക്ക് പണം കക്കാനും ദൂർത്തടിക്കാനുമുള്ള ഒരു സംവിധാനമായി മാറിയിരിക്കുന്നു. ഇത് മാറണം. ഇതാണ് എൻ്റെ അഭിപ്രായം. എന്താണ് അങ്ങേക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്? ഒരു വരി കൂടെ ഞാൻ പറയാം. അതായത് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള സർവ്വ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു സഹകരണത്തിന്. ഗുജറാത്തിലെ അമൂൽ അതെ കോപ്പറേറ്റീവ് സൊസൈറ്റി നല്ല രീതിയിൽ നടന്നിരുന്നെങ്കിൽ ഈ കേരളം എന്നേ ഒരു വലിയ മികച്ച ഒരു സാമ്പത്തിക വളർച്ച കൈവരുമായിരുന്നു. ദൗർഭാഗ്യവശാൽ സർക്കാരിന്റെ കൂടെ ഒത്താശയോടുകൂടി നടക്കുന്ന ഈ അഴിമതിയും അതുപോലെ ഈ ദുർഭരണവും അവസാനിപ്പിക്കാൻ ഇനിയെങ്കിലും സർക്കാർ ശ്രമിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം ഒരു 2-3 കൊല്ലത്തിനിടയിൽ നമ്മൾ കാണുന്നു. തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. നമുക്കത് ആശംസിക്കാം. നല്ല രീതിയിൽ കാര്യങ്ങൾ അവസാനിക്കട്ടെ, നല്ല രീതിയിൽ പുരോഗമിക്കട്ടെ. തീർച്ചയായിട്ടും.